സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. മുചുകുന്ദസ്തുതി പ്രഭാതത്തിൽ കണ്ടു. അതിനുശേഷം രുക്മിണീ ദേവി ഭഗവാനെ വരിച്ച കഥയാണ്. കൃഷ്ണാവതാരം കൃഷ്ണൻ ജനിച്ച് കുറച്ച് കളിച്ച് രസിച്ച് പോയൊരു കഥയല്ല. ശരിക്കും ചരിത്രപരമായിട്ട് നോക്കുമ്പോൾ ഒരുപാട് പൊളിറ്റിക്കൽ അൺറെസ്റ്റ് ഉണ്ടായൊരു കഥയാണ്. അങ്ങനത്തെ കാലങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല എന്ന് പറയണം. നാട്ടുകാരൊക്കെ ഈ കംസനെ പേടിച്ച് നാട് വിട്ടുപോവുകയും ഉക്ത കച്ച ശിഖാഹ കേച്ചിത് എന്നാണ്. കച്ചം ഉപേക്ഷിച്ച് ശിഖയൊക്കെ വെട്ടി പൂണൂലൊക്കെ കളഞ്ഞ് വേഷം മാറി ഒളിഞ്ഞു പോവുക. ഇടക്കാലത്ത് തമിഴ്നാട്ടിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ രാജാക്കന്മാർ, നമ്മൾ ഇന്നത്തെ കാലത്ത് വെച്ചുകൊണ്ട് രാജാക്കന്മാരെ വാഴ്ത്തി പറയണു. പല രാജാക്കന്മാരുടെ കഥകൾ കേട്ട് കഴിഞ്ഞാൽ അപ്പം തോന്നും നമുക്ക് ഇന്ന് വേണ്ടില്ല എന്ന് തോന്നും. കാരണം ഒരാൾക്ക് അഹങ്കാരവും അസുര സ്വഭാവം വന്നു കഴിഞ്ഞാൽ എല്ലാവരും പെട്ടുപോകും. ആ സമയത്ത് മഹാഭാരതം നോക്കിയാൽ ഏറ്റവും ബലവാനായിട്ടുള്ളത് ജരാസന്ധനാണ്. മഗധയാണ് ഏറ്റവും പവർഫുൾ കിങ്ഡം. ഒരുപക്ഷെ ഭാരതത്തിലെ ഒരുപാട് കാലത്തിലേക്ക് മഗധയായിരുന്നു ഏറ്റവും ശക്തമായ സാമ്രാജ്യം. അതങ്ങനെ ചാറൊക്കെ വറ്റിച്ചെടുത്തിട്ടാണ് ഇപ്പോൾ ബീഹാറായിട്ട് കിടക്കണം, ഒന്നുമില്ലാതെ. അപ്പോൾ അല്ലേ, മഗധയാണ് അവിടെ. അപ്പോൾ ജരാസന്ധൻ്റെ കാലം, പിന്നെ ബൗദ്ധമതത്തിൻ്റെ കാലം, നന്ദന്മാർ, ധനനന്ദൻ മുതലായ രാജാക്കന്മാരൊക്കെ വളരെ ഊക്കന്മാരായിരുന്നു. ചരിത്രമൊക്കെ തിരുത്തി എഴുതേണ്ടിയിരിക്കണം നമുക്ക്. ചുമ്മാ ഒരു രസത്തിന് വേണ്ടി പറയുകയാണ്. അലക്സാണ്ടർ ചക്രവർത്തി ലോകം പിടിച്ചടക്കാൻ വന്നു എന്നും നമ്മളൊക്കെ പഠിച്ച കഥയാണ്. അമർചിത്ര കഥ മുതൽ ചരിത്ര പുസ്തകം വരെ എല്ലാ സ്ഥലത്തും ഉണ്ട്. പൗരവേന്ദ്രൻ എന്ന രാജാവുമായിട്ട് യുദ്ധം ചെയ്ത് പൗരവേന്ദ്രനെ തോൽപ്പിച്ചു. എന്നിട്ട് പോറസ് എന്നാണ് അവർ പറയുന്നത്. കാരണം ഇതൊക്കെ അവരാണ് എഴുതിയിരിക്കണതേ, അവരാണ് എഴുതിയിരിക്കുന്നത്. സാന്ദ്രാകോട്ട എന്നൊന്നും കേട്ടിട്ടുണ്ടോ? ചന്ദ്രഗുപ്തനാണ്. കാരണം അവരാണ് എഴുതിയിരിക്കുന്ന പേര്. ആ പേരിൽ ചില കെമിക്കൽസൊക്കെ ഉണ്ട്. അതാണ് നമ്മളുടെ സാന്ദ്രാകോട്ടസ്. അപ്പോൾ ഇതൊക്കെ അവരാണ് പേരൊക്കെ കൊടുത്തത്. പോറസ് എന്ന് പറഞ്ഞാൽ പൗരവേന്ദ്ര രാജാവ്. അപ്പോൾ ആ രാജാവിൻ്റെ അടുക്കൽ അലക്സാണ്ടർ ജയിച്ചിട്ട് തനിക്ക് എന്ത് വേണം ചോദിച്ചപ്പോൾ എന്നെ ഒരു രാജാവായിട്ട് ട്രീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞതും അലക്സാണ്ടർ ആ ഒരു ക്ഷത്രിയൻ്റെ വീര്യം കണ്ട് ആശ്ചര്യപ്പെട്ടിട്ട് അദ്ദേഹത്തിന് രാജ്യം തിരിച്ചു കൊടുത്തിട്ട് അലക്സാണ്ടർ തിരിച്ചു പോയി എന്നാണ് കഥ എഴുതിയിരിക്കുന്നത്. നമ്മളും അതൊക്കെ വിശ്വസിച്ച് ആ കഥ എല്ലാവർക്കും പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെയൊന്നും തിരിച്ചു പോകുന്ന കൂട്ടരല്ല അവർ. അങ്ങനെയൊന്നും തിരിച്ചു പോകാൻ വേണ്ടിയിട്ടല്ല മെനക്കെട്ട് ഗ്രീക്കിൽ നിന്നും പുറപ്പെട്ട് അത്രയധികം രാജ്യങ്ങൾ പിടിച്ചടക്കി വന്നത് നല്ലവണ്ണം കിട്ടിയിട്ടുണ്ട്.
അതുകൊണ്ട് അവർ അവിടെ സിന്ധു, അവിടുത്തെ നദി എന്താ ആവശ്യത്ത്, നദി തരണം ചെയ്ത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അവർക്ക് ആദ്യത്തെ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് സൈന്യമുണ്ട് അവർക്ക്, ലക്ഷക്കണക്കിന് ആളുകളോടെയാണ് അവർ വന്നിരിക്കുന്നത്. ഇങ്ങോട്ട് വന്നപ്പോൾ ആദ്യത്തെ ഷോക്ക് അവർക്ക് മല പോലെ അനങ്ങുന്ന കുറേ സാധനങ്ങൾ. എന്താണെന്ന് വെച്ചാൽ ആനകൾ പടയ്ക്ക്. അപ്പോൾ ആനകളോട് എങ്ങനെ പൊരുതണം എന്നൊരു പിടിയുമില്ലാതെ വലഞ്ഞു. പക്ഷേ വളരെയധികം ടാക്ടിക്സ് ഉള്ളവരായിരുന്നു, യുദ്ധം ചെയ്തു, ഒരുവിധം ഒക്കെ ജയിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അടുത്ത രാജ്യമായ ഈ നന്ദചക്രവർത്തിയുടെ രാജ്യത്തിൽ അലക്സാണ്ടർക്ക് ഉണ്ടായിരുന്നതിൻ്റെ 4 or 5 ഇരട്ടി പട ഉണ്ടായിരുന്നു എന്നാണ്. ബുദ്ധിപൂർവം കഥ എഴുതിയിട്ട് തിരിച്ചു പോയതാണ്. മാത്രമല്ല അലക്സാണ്ടർക്ക് നല്ലവണ്ണം പരിക്കേറ്റു. അതുകൊണ്ടാണ് പോണ വഴിയിൽ കാഞ്ഞുപോയത്. നമുക്ക് പഠിച്ചാൽ മതിയല്ലോ അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന്, അല്ലേ? അത്രയല്ലേ വേണ്ടൂ. നമ്മൾ എന്ത് കള്ളവും വിഴുങ്ങും. അപ്പോൾ അവിടെ മഗധയായിരുന്നു. ഈ മഗധ അപ്പോൾ എത്രയോ കാലത്തേക്ക്, ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കാലത്തിലും ഒക്കെ തന്നെ ഈ മഗധയാണ് സെൻറ്റർ. ഭാരതം മുഴുവൻ കെട്ടി ഒരു സാമ്രാജ്യമാക്കി നിർത്തിയത് ചന്ദ്രഗുപ്ത മൗര്യനാണെന്നാണല്ലോ പറയണത്. അപ്പോൾ ആ മഗധ ഒരു വലിയ കീറാമുട്ടിയാണ് ആർക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ കൃഷ്ണാവതാരം. കൃഷ്ണൻ ഈ കംസനെ കാച്ചാൻ വേണ്ടി ജനിച്ചതൊന്നുമല്ല. ഈ കംസൻ ആകെപ്പാടെ ഇത്തിരി പോകുന്ന പാരസെറ്റമോളിൻ്റെ പകുതിയേ ഉള്ളൂ ആ രാജ്യം, മധുര ഇത്തിരി. അപ്പോൾ കംസനൊന്നും വിഷയമല്ല കൃഷ്ണന്. കംസൻ മരുമകനാണ് ജരാസന്ധൻ്റെ. അപ്പം ജരാസന്ധനാണ് സെൻറ്റർ. കംസൻ ഒരു വിഷയമേ അല്ല. ഒറ്റയ്ക്ക് ചാടി ഒരു ലഗിംനോത്പത്ത തരസ, ആ ചാടി കയറിയതുമേ സിംഹാസനത്തിൽ നിന്ന് വഴുത്തി വീണ് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുപോയി. വലിയ വിഷയമൊന്നുമില്ല അവിടെ. ആകെപ്പാടെ ഉള്ളത് 2 കുണ്ടന്മാരെ ചപ്പാത്തി കൊടുത്ത് കൊഴുപ്പിച്ച് വെച്ചിട്ടുണ്ട്. ചാണൂരൻ, മുഷ്ടികൻ, ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കംസൻ്റെ കയ്യിൽ. അപ്പോൾ കംസനെ കൊന്നു കഴിഞ്ഞതോടുകൂടെ പ്രോബ്ലം അവസാനിച്ചില്ല. അപ്പോഴാണ് പ്രോബ്ലം തുടങ്ങുന്നത്. ഇന്നലെ പറഞ്ഞില്ലേ, ഉഗ്രസേനനെ വീണ്ടും രാജാവായിട്ട് അഭിഷേകം ചെയ്തു. പേരിന്, കാരണം അദ്ദേഹത്തിന് ഒന്നും ആവില്ല. പാവൻ ചെവി കേൾക്കില്ല, കണ്ണ് കാണില്ല, വീൽ ചെയറാണ് സിംഹാസനം. അപ്പോൾ ഒന്നും പറ്റില്ല. എങ്കിലും ഞാനിപ്പോൾ മുരളീകൃഷ്ണൻ്റെ അടുത്ത് നിന്ന് പഠിച്ചിരിക്കുക കേട്ടോ, ഒത്തിരി പറയാനായിട്ട്. അപ്പോൾ അങ്ങനെ അവിടെ യുദ്ധത്തിന് ഉഗ്രസേനനെ രാജാവായി പ്രതിഷ്ഠിച്ച് കൃഷ്ണൻ പഠിപ്പൊക്കെ കഴിഞ്ഞു വന്നു. കൃഷ്ണൻ്റെ പഠിപ്പാണ് വെടുപ്പായ പഠിപ്പ്. കാരണം ഈ വർഷം മുഴുവൻ പഠിച്ച് 2 മാസം ലീവല്ല, 2 മാസം പഠിപ്പ് കഴിഞ്ഞു. അതിൽ കൂടുതലൊന്നും ആവശ്യമില്ലാതെ ഈ പഠിപ്പിന് വേണ്ടി ചിലവാക്കാൻ പാടില്ല. എത്ര കാര്യം ചെയ്യാൻ കിടക്കണു. പശുവിനെ മേയ്ക്കൽ, അതൊക്കെ ആയിട്ട് പുല്ലാങ്കുഴൽ വായിക്കലൊക്കെ ആയിട്ട് കുട്ടിക്കാലമൊക്കെ കഴിഞ്ഞു, അല്ലേ? ആ കൃഷ്ണൻ്റെ സന്തോഷമായ കുട്ടിക്കാലമൊക്കെ ഈ പിള്ളേരെ വെറുതെ ആവശ്യമില്ലാത്തൊക്കെ പഠിപ്പിച്ച് സ്കൂളിലയച്ച് ഒരു പ്രയോജനവും ഇല്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ 2 മാസം പഠിപ്പ്. ആരെയും ഇനി ഇങ്ങോട്ട് അയക്കരുത് കേട്ടോ. അവിടെ ഇങ്ങനെ ഇങ്ങനെ ഇരുന്നോളൂ. അപ്പോൾ ഇങ്ങനെ ഇരുന്നോളൂ എന്ന് പറയാം. ശരിക്കാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെയാണ് പൊളിറ്റിക്കൽ പ്രോബ്ലം തുടങ്ങിയത്. കംസൻ്റെ ഭാര്യമാരായ അസ്ഥിയും പ്രാപ്തിയും, നല്ല പേര് അല്ലേ? ഇത്രയുണ്ട്, ഇനി വേണം എന്നാണ് പേരിൻ്റെ അർത്ഥം. ഇത്ര എൻ്റെ കയ്യിൽ അസ്ഥി, ഇനി പ്രാപ്തി. ഇതാണ് മനുഷ്യൻ്റെ പ്രകൃതി. ഉള്ളതൊന്നും പോരാ, ഇനിയും വേണം.
ഇവർ രണ്ടുപേരാണ് കംസൻ്റെ ഭാര്യമാർ. ഇവർ ജരാസന്ധൻ്റെ മക്കളാണ്. അപ്പോൾ ജരാസന്ധൻ്റെ ഇവരൊക്കെ ഈ പൊളിറ്റിക്കൽ ഇതിന് കല്യാണം കഴിച്ചു കൊണ്ടുവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട്. ഒരുപാട് നടന്നിട്ടുണ്ട്. ഈ ഗ്രീക്കുകാരിലെ ഒരു സ്ത്രീയെ ചന്ദ്രഗുപ്ത മൗര്യൻ കല്യാണം കഴിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. ഒരുപാട് രാജ്യങ്ങൾ തമ്മിൽ ഉടമ്പടി ഒപ്പിക്കുന്നത് കല്യാണം കഴിച്ചിട്ടാണ്. അക്ബർ, നമ്മൾ വിചാരിക്കണ അക്ബർ ദ ഗ്രേറ്റ് ഉണ്ടല്ലോ, അദ്ദേഹം 300 കല്യാണമാണ് കഴിച്ചിരിക്കുന്നത്. അധികം പേർക്കും അറിയില്ല ചരിത്രം. ഉള്ളത്തിൽ ഡീസൻ്റായിട്ടുള്ള പാർട്ടി ഔറംഗസീബാണ്. അദ്ദേഹം അധികം കല്യാണം കഴിച്ചിട്ടില്ല. അതാണ് ഇത്രയും ഉപദ്രവിച്ചത്. കല്യാണം കഴിച്ചിരുന്നുവെങ്കിൽ അത് തന്നെ പോകുമായിരുന്നു. ഈ നാട് ഉപദ്രവിക്കാൻ കാരണം, എല്ലാവരെയും ഉപദ്രവിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അയാളെ ഉപദ്രവിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെ ചരിത്രം കേട്ടോ, ഞാൻ തമാശ പറയാൻ വേണ്ടി പറയല്ല. അപ്പോൾ ഈ ജരാസന്ധൻ പടയെടുത്ത് ആക്രമിക്കുകയാണ് മഥുരാപുരിയെ. അങ്ങനെ മഥുരയിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ ജനങ്ങളുടെ സ്ഥിതി. ഇപ്പം തന്നെ ചെറിയ ഈ പാകിസ്ഥാൻ ഇന്ത്യ ചെറിയൊരു കുറച്ച് ദിവസത്തേക്ക് യുദ്ധം തന്നെ എത്ര നാശം വന്നു. ഇപ്പോൾ പല സ്ഥലങ്ങളിലും യുദ്ധം നടക്കുന്നുണ്ട്, ഇറാനിലും മറ്റുമൊക്കെ. ജനങ്ങളുടെ കാര്യമൊക്കെ കഷ്ടമാണ്, സാധാരണ ജനങ്ങളുടെ കാര്യം. അപ്പോൾ ഈ മഥുരാപുരിയിലെ യുദ്ധവും ഈ ജരാസന്ധൻ പടയെടുത്ത് വരവൊക്കെ കഴിഞ്ഞപ്പോൾ ജനങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടണമെന്ന് കണ്ടപ്പോൾ 27 അക്ഷൗഹിണിയാണ് കൊണ്ടുവന്നത്. 27 27 തന്നെ. 27 അക്ഷൗഹിണിയും കൊണ്ടാണ് പലവട്ടം വരണം. മൊത്തത്തിൽ മഹാഭാരത യുദ്ധത്തിൽ 18 അക്ഷൗഹിണിയേ ഉള്ളൂ. അപ്പോൾ അയാൾ എത്ര വലിയ സൈനികനായിരിക്കണം. അപ്പോൾ അങ്ങനെ പലവട്ടം ഭഗവാൻ തീരുമാനിച്ചു ഈ പാണ്ഡവർ ജരാസന്ധനുമായിട്ട് യുദ്ധം ചെയ്ത് പറ്റില്ല. അതുകൊണ്ട് ആദ്യം തന്നെ ജരാസന്ധൻ്റെ സൈന്യമൊക്കെ കാലിയാക്കണം. ഈ ക്ഷത്രിയൻ വംശം അതോടുകൂടെ പോയി എന്നാണ് പറയണത്. അത്ര അധികം ക്ഷത്രിയ നാശം. അവരുടെ എല്ലാ അഹങ്കാരികളായിട്ട് മാറിയിരിക്കുകയാണ്. സാമാന്യ ജനങ്ങൾക്ക് ദുഃഖം ഉണ്ടാക്കുന്ന കൂട്ടത്തിലായിരിക്കുകയാണ് രാഷ്ട്രീയം. അപ്പോൾ ഇവരിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ആക്രമിക്കാൻ പലവട്ടം. ആദ്യത്തെ പ്രാവശ്യ യുദ്ധത്തിന് വന്ന് ബലരാമസ്വാമി ജരാസന്ധനെ പിടിച്ച് തേരിൽ നിന്ന് വലിച്ചിറക്കി ഒലയ്ക്ക കൊണ്ട് തലയ്ക്കടിച്ച് കൊല്ലാൻ നിന്നപ്പോൾ പറഞ്ഞു ഇപ്പം വേണ്ട, പോയിട്ട് വരട്ടെ, വയസ്സായ ആളല്ലേ എന്ന്. എന്താണെന്ന് വെച്ചാൽ ഈ മണൽ ലോറി പോലെ ഇങ്ങനെ പോകുക വരിക ഇങ്ങനെ ആളുകളെ കൊണ്ടുവരാനാണേ. അപ്പോൾ ഇതൊക്കെ കൊണ്ടുപോയിട്ട് എന്താണ് ഭൂഭാരക്ഷപണം, ഭൂമിയുടെ ഭാരം ക്ഷയിപ്പിക്കാൻ ജരാസന്ധന് കോൺട്രാക്റ്റ് കൊടുത്തിരിക്കണം. പോയിട്ട് വരും, ഇങ്ങനെ ആളുകളെയും കൊണ്ട് വരും യുദ്ധത്തിന്. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ മഥുരയിൽ ഇരിക്കാൻ വയ്യാതായി. സാമാന്യ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ആക്രമിക്കുമ്പോൾ കുറേയൊക്കെ ആളുകൾ മരിക്കും, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഇപ്പം ഈ ആകാശത്ത് കൂടെ ഓരോന്ന് വിടുന്നുണ്ടല്ലോ, ഇതിനൊന്നും പാള നോക്കി കൊല്ലാൻ അറിയില്ലല്ലോ, ഇത് എവിടെയെങ്കിലുമൊക്കെ പോയി വീഴും. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയപ്പോൾ മഥുരയിൽ നിന്നും ജനങ്ങളെ ദ്വാരകയിലേക്ക് എല്ലാം മാറ്റി, ഗുജറാത്തിലേക്ക്. ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ പറഞ്ഞു ഭഗവാൻ എങ്ങനെ യോഗശക്തി കൊണ്ട് മാറ്റി. മാനുഷികമായിട്ട് ചിന്തിച്ച് നോക്കിയാൽ കാളവണ്ടികളിലും ഇതിലും അതിലുമൊക്കെ ആളുകളൊക്കെ ഇത്രയും സാധനങ്ങളൊക്കെ ആയിട്ട് യാത്ര ചെയ്തിരിക്കണം. ഇത്രയും ദൂരം ഗുജറാത്തിലേക്ക് പോയി, ഗുജറാത്തിൽ കടലിൻ്റെ നടുക്കൊരു ഐലൻഡ് പോലെ ഒരു സ്ഥലം കണ്ടുപിടിച്ച്, കാരണം അത്രയും പ്രശ്നമാണ്. അവിടെ കൊണ്ടുപോയി താമസിപ്പിച്ച് അവിടെയും ജരാസന്ധൻ ആക്രമിക്കാൻ വന്നു. ജരാസന്ധൻ പോരാ പറഞ്ഞിട്ടാണ് നാരദൻ എന്ത് ചെയ്തു, വേറെ ഒരാളെയും കൂടി പുറപ്പെടുവിച്ചു. ഈ കാലയവനൻ, നമ്മൾ ആ കഥ പറഞ്ഞില്ല, കാലയവനൻ ഇങ്ങനെ കൈധരിച്ചിട്ടിരിക്കുകയാണ് ആരോടെങ്കിലുമൊക്കെ യുദ്ധം ചെയ്യണമെന്ന്. ഈ കാലയവൻ എന്നൊക്കെ പറഞ്ഞാൽ ഈ ചെങ്കിസ് ഖാനൊക്കെ വന്ന മംഗോൾസൊക്കെ ഉണ്ടല്ലോ, അതുപോലത്തെ സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരാണ്. അവർക്ക് ഇത് തന്നെ പരിപാടി. എവിടെയെങ്കിലുമൊക്കെ പോവുക, ആക്രമിക്കുക, കൊല്ലുക, അവിടുത്തതൊക്കെ കൊണ്ടുവരിക.
അപ്പോൾ ഈ കാലയവനൻ അങ്ങനെയാണ് കൃഷ്ണൻ്റെ അടുത്ത് യുദ്ധത്തിന് വരണം. പക്ഷേ ഈ കാലയവനന് എന്തോ ഒരു നന്മ ഉണ്ടാവണം. നാരദൻ പറഞ്ഞു, കൃഷ്ണൻ എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ നീലമേഘശ്യാമളനായിട്ടിരിക്കും, അതിസുന്ദരനായിട്ടിരിക്കും, വനമാലിയായിട്ടിരിക്കും, ചതുർഭുജമൂർത്തിയായിട്ടിരിക്കും എന്നൊക്കെ പല ലക്ഷണങ്ങളും കാലയവനന് നാരദൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ കാലയവനൻ ആക്രമിക്കാനായിട്ട് വന്നു. ജരാസന്ധൻ അവിടെ ആക്രമിക്കുമ്പോഴാണ് കാലയവനൻ ഈ വശത്ത്. അപ്പോൾ ഭഗവാൻ കാലയവനൻ്റെ മുമ്പിലേക്ക് വരികയാണ്. ഇതിലൊരു രസം എന്താണെന്ന് വെച്ചാൽ നാരദൻ 4 കയ്യ്, നീലമേഘശ്യാമളൻ ഒക്കെ പറഞ്ഞു കൊടുത്തു. പക്ഷേ ശംഖം, ചക്രം, ഗദ, ആയുധം ഒന്നും പറഞ്ഞു കൊടുത്തില്ല, യാതൊന്നുമില്ല. അപ്പോൾ കാലയവനൻ്റെ മുമ്പിലേക്ക് ഭഗവാൻ വരുന്നത് അങ്ങനെയാണ്. ഈ ഒരു വശത്ത് നിന്നും വെല്ലുവിളിക്കും, മറ്റു വശത്ത് ബലരാമസ്വാമിയൊക്കെ ആക്രമിക്കാൻ പോയിരിക്കുക. അപ്പോഴാണ് ഇവിടെ കോട്ടവാതിൽ തുറന്ന് കൃഷ്ണൻ പുറത്തേക്ക് നടന്നാണ് വരുന്നത്. തം വിലോക്യ വിനിഷ്ക്രാന്തം ഉജ്ജിഹാനമിവോടുപം ദർശനീയതമം ശ്യാമം പീതകൗശേയവാസസം ശ്രീവത്സവക്ഷസം ഭ്രാജത് കൗസ്തുഭാമുക്തകന്ധരം പൃഥുദീർഘചതുർബാഹും നവകഞ്ചാരുണേക്ഷണം നിത്യപ്രമുദിതം ശ്രീമത്സുകപോലം ശുചിസ്മിതം മുഖാരവിന്ദം ബിഭ്രാണം സ്ഫുരൻ മകരകുണ്ടലം വാസുദേവോ ഹി അയം ഇതി പുമാൻ ശ്രീവത്സലാഞ്ചനഃ. ഇങ്ങനെ അടുത്ത് കാണുകയാണ്. ഇപ്പോൾ ചിത്രം അങ്ങനെയാണ്. ചതുർഭുജമൂർത്തിയായി നീലമേഘശ്യാമളനായി വനമാലിയായിട്ട് കാലയവനനാണ് വർണ്ണിക്കുന്നത്. പുമാൻ അതിസുന്ദര എന്നാണ്. അയാൾ പറഞ്ഞു, ആഹാ, ഇത്രയും സൗന്ദര്യമുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്നാണ്. കാലയവനനാണ് പറയണത്. അതിസുന്ദര ചതുർഭുജോ അരവിന്ദാക്ഷോ വനമാലി അതിസുന്ദര ലക്ഷണൈ നാരദപ്രോക്തൈ. ആഹാ, ലക്ഷണം നാരദൻ പറഞ്ഞ പോലെ ഞാനിപ്പോൾ മനസ്സിലാക്കണു, ഇയാളാണ് ഞാൻ യുദ്ധം ചെയ്യേണ്ട ആൾ എന്നാണ്. ആരോടെങ്കിലുമൊക്കെ യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞ് ഇന്ന ആളെ പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ പിടിക്കാനായിട്ട് കൃഷ്ണനെ ചെന്നു എന്നാണ്. ഇത് നിശ്ചിത്യ യവന പ്രാദ്രവന്തം പരാങ്മുഖം. തൻ്റെ നേരെ യുദ്ധത്തിന് വരുമെന്ന് വിചാരിച്ചാൽ ഇറങ്ങി അങ്ങനെ പോയി. ഉജ്ജിഹാവനം ഇവോടുപം എന്നാണ്. ഈ മേഘങ്ങൾ ഇങ്ങനെ പോകുമ്പോഴേ ചന്ദ്രൻ ഓടുന്ന പോലെ തോന്നുമല്ലോ, അതുപോലെ എന്നാണ്. മേഘങ്ങൾ ആണ് ചലിക്കുന്നത്, ചന്ദ്രനല്ല. പക്ഷേ ചന്ദ്രൻ ചലിക്കുന്ന പോലെ തോന്നുമല്ലോ, അതുപോലെ ഇങ്ങനെ പോയി. അപ്പോഴേക്കും ഇവൻ പിന്നാലെ നിൽക്കൂ, എനിക്ക് ഓടാൻ വയ്യ. അല്ലെങ്കിൽ തന്നെ 200 കിലോ വെയിറ്റ് ഉണ്ട്. ഇതിൻ്റെ മേലെ ഇരുമ്പ് കവചവും, കയ്യിൽ ഗ്ലൗസ് കവചവും, തലയിൽ ഹെൽമറ്റും, മുട്ടിലും കാലിലും ഒക്കെ ഇരുമ്പ്, കണ്ണിൻ്റെ അവിടെ 2 ഓട്ട. ഇതാണ് അവരുടെ ഈ അലക്സാണ്ടറുടെ ഒക്കെ സീക്രട്ട്. അത് എവിടെ ആയുധം വയ്ക്കും? ആയുധം കൊള്ളാനുള്ള സ്ഥലമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു അവർ ഈ മുഴുവൻ ഇരുമ്പിട്ടിട്ട് നമ്മുടെ പടയാളികളുടെ മുമ്പിൽ വന്നിങ്ങനെ നിന്നുണ്ടാവും. ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല. ഇവരുടെ അസ്ത്രമൊക്കെ തീർന്നു കഴിഞ്ഞാൽ വന്ന് മേത്തേക്ക് അങ്ങോട്ട് വീഴുക. അങ്ങനെയായിരിക്കും യുദ്ധം ജയിച്ചതെന്ന് തോന്നുന്നു. അല്ലാതെ ഇത് വെച്ചുകൊണ്ട് എങ്ങനെ ശണ്ട കൂടും? നമുക്ക് ഈ പലരും പറയണത് ഈ ഹെൽമെറ്റ് തലയിലിട്ടിട്ട് തന്നെ വയ്യാന്നാണ്. ഇതിപ്പോൾ ഇരുമ്പ് ഹെൽമെറ്റ് എല്ലാം മൂടിയിട്ട് ദുര്യോധനൻ അങ്ങനെ ഒന്ന് കൊടുത്തു. ദ്രോണാചാര്യ ശിക്ഷ കൊടുത്താണെന്ന് തോന്നുന്നത്. കാരണം ദുര്യോധനൻ ദ്രോണാചാര്യരെ ഇടയ്ക്കിടയ്ക്ക് പോയി ചീത്ത പറഞ്ഞിട്ട് വരും മഹാഭാരതത്തിലെ. ഇന്നിപ്പോൾ കുറച്ച് കഥ പറയും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഹാഭാരതത്തിൽ ദുര്യോധനൻ ദ്രോണാചാര്യരെ പോയി ചീത്ത പറയും. എന്താണെന്ന് വെച്ചാൽ തോറ്റ് കഴിഞ്ഞാൽ ദ്രോണാചാര്യരുടെ ക്യാപ്റ്റനായിട്ടിരിക്കുമ്പോഴാണ് ഒരുപാട് തോൽവി. തോൽക്കുമ്പോൾ പോവും, പട്ടറേ എന്ന് വിളിക്കും, ബ്രാഹ്മണ എന്ന് വിളിക്കും. അപ്പോഴാണ് വിളിക്കുക. എന്ത് കാര്യം, നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഒരു പ്രയോജനമില്ല. ഇത് കണ്ടില്ലേ നമ്മൾ തോറ്റത് എന്തൊക്കെ പറയും ദ്രോണാചാര്യരുടെ അടുത്ത്. അത് എപ്പോഴും ജയദ്രവധത്തിന് പോകുമ്പോൾ അവസാനം അർജുനൻ നിലത്ത് നിന്ന് എല്ലാവരെയും ജയിച്ചു. അപ്പോൾ ദുര്യോധനന് സഹിച്ചില്ലേ. നമ്മളൊക്കെ എന്താ പെണ്ണുങ്ങളാണെന്ന് അവൻ്റെ വിചാരം. നമ്മൾ ഇത്ര ആളുകൾ മുമ്പിൽ നിൽക്കണു, എല്ലാവരുടെ മുമ്പിൽ അവനിങ്ങനെ യുദ്ധം ചെയ്തിട്ട് അങ്ങോട്ട് പോകാൻ പാടുമോ? ദ്രോണാചാര്യരെ ചെന്ന് കുറേ എന്താണെന്ന് വെച്ചാൽ അമ്മയോട്
അങ്ങാടി തോറ്റ അമ്മയോടെന്ന് പറയുന്ന പോലെ ദ്രോണാചാര്യരെ കുറച്ച് ദ്രോണാചാര്യരെ പറഞ്ഞ് നോക്കൂ, എനിക്ക് നോക്കൂ, വയസ്സായി, എൻ്റെ കയ്യും കാലും മുഴുവനും അമ്പേറ്റിട്ട് വേദനിക്കുക, തനിക്കൊരു കവചം തരാം, ഇത് ഇട്ടിട്ട് പോയി താൻ തന്നെ അർജുനൻ്റെ അടുത്ത് പോയി യുദ്ധം ചെയ്തു, പോയാൽ പോട്ടെ എന്ന് പറഞ്ഞിട്ടാണ്, വേറെ വഴിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു ആയുധം, ഒരു കവചം കൊടുത്തു. അപ്പോൾ ഇതേപോലെ തലയ്ക്കും കൈയും കാലും ഒക്കെ. ദുര്യോധനൻ ചോദിച്ചു, ഇതും വെച്ചുകൊണ്ട് എങ്ങനെ യുദ്ധം ചെയ്യും? ഇടോ, താൻ എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യൂ, അർജുനൻ്റെ ഒരു അസ്ത്രം പോലും തൻ്റെ മേലെ ഏൽക്കില്ല. വാസ്തവമാണ്. കാരണം അസ്ത്രമേൽക്കാനുള്ള സ്ഥലമൊന്നുമില്ല. ഒരു ഗ്യാസ് സിലിണ്ടർ പോലെയാണ് പോയി നിൽക്കുന്നത് അവിടെ. അപ്പോൾ അസ്ത്രമൊന്നും ഏൽക്കില്ല. അർജുനൻ ഇങ്ങനെ യുദ്ധം ചെയ്ത് കുറേ നേരം നോക്കി. ദുര്യോധനൻ്റെ മേത്ത് ഓരോ അമ്പും ചെന്ന് വന്ന് ടങ് ടങ്ങെന്ന് വീഴുകയാണ്. ഇപ്പം എന്ത് ചെയ്യും? ആലോചിക്കൂ, എവിടെയാ ദ്വാരം ഉള്ളത് നോക്കി അങ്ങടേക്ക് വിടാമെന്ന്. അപ്പം ഈ വിരൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറത്ത് വന്നിട്ടുണ്ടേ, ഈ 5 വിരൽ, 5 വിരലിലേക്ക് ചുളി 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 ചുളൂന്ന് കൊടുത്തപ്പോൾ സെപ്റ്റിക്കായി, നിൽക്കാൻ പറ്റാതായി, ഉടനെ തിരിച്ചു പോയി. ദ്രോണാചാര്യർ പറഞ്ഞു, എന്തായി ദുര്യോധന? ഇങ്ങനെ കാണിച്ചു കൊടുത്തു. കയ്യിൽ 5 വിരലിലും ഒരു 10 അമ്പ് ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. ഇനിയിപ്പോൾ എങ്ങനെ യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞു. ഇനി ഇവിടെ 2 ഉള്ളൂ, അതുകൊണ്ടാണ് വന്നതെന്ന് പറഞ്ഞു. അപ്പം അതുപോലെ ഇയാളുടെ പേരെന്താ? കാലയവൻ കൃഷ്ണൻ്റെ പുറകെ അങ്ങനെ ഓടിപ്പോവാ. കൃഷ്ണനെ നിൽക്കൂ, നീ യദുവംശത്തിൽപ്പെട്ട ആളല്ലേ, ധൈര്യമായിട്ടിരിക്കണം, ഇങ്ങനെ ഓടരുതെന്ന് പറഞ്ഞ് കൃഷ്ണൻ ഇങ്ങനെ തുള്ളി പോകുമ്പോൾ കിലുക്കിലും ശബ്ദത്തോടുകൂടെ ഈ ഗൂഡ്സ് വണ്ടി ഓടുന്ന പോലെ പുറകെ ഇങ്ങനെ ഓടാൻ വയ്യ. പതുക്കെ ഓരോന്നായിട്ട് വഴിയിലൊക്കെ അഴിച്ചിട്ടു. അല്ലാതെ ഇങ്ങനെ ഓടും. ഇങ്ങനെ കുറേ ദൂരം ഓടി ചെറിയ ഹൈവേ റോട്ടിൽ കൂടെ പോകുമ്പോൾ പിന്നാലെ കുറേ ഓടി. പിന്നെ ഇടയ്ക്ക് ചെറിയ ഊടുമ്പോൾ വഴി കൂടെ ഒക്കെ പോയി. ചക്ക നടക്കുന്ന വഴി കൂടെ ഇങ്ങനെ പോകരുത് എന്നൊക്കെ പറഞ്ഞു. അവസാനം മല കയറി. അപ്പം ഇതാണ് ശരിയായത്. ഇതിൻ്റെ മേലേക്ക് എങ്ങനെ കയറും ചോദിച്ചു. കൂടെ ആരുമില്ല. അപ്പോൾ വിചാരിച്ചു കൂടെ ആരെങ്കിലുമൊക്കെ കൂട്ടിക്കൊണ്ട് വരായിരുന്നു, തള്ളിത്തരാനെങ്കിലും പറയാം. ഒരാളുമില്ല. പാവം, ശരിക്കും പറഞ്ഞാൽ മുജുകുന്ദനൊന്നും വേണ്ടി വന്നില്ല. അവിടെ എത്തുമ്പോഴേക്കും തന്നെ പഞ്ചറായി. ആ ഗുഹയിലെത്തുമ്പോഴേക്കും തന്നെ ശരിക്കും പഞ്ചറായി, ക്ഷീണിച്ച് കതച്ച് ഗുഹയിൽ വന്നപ്പോൾ അവിടെ കൃഷ്ണൻ ചെന്ന് പറഞ്ഞു, ഈ മുച്ചുകുന്ദൻ നല്ല മഞ്ഞപ്പട്ടൊക്കെ പുതച്ച് കിടക്കുക. മുചുകുന്ദന് ദേവന്മാർ കൊടുത്ത വരം ഉറങ്ങാനാണ്. പക്ഷെ ഉറക്കത്തോടു കൂടെ ഒരു വരവും കൂടെ കൊടുത്തു. ഉറങ്ങാൻ വരം ചോദിച്ചു. ദേവന്മാർ പറഞ്ഞു, ഉറങ്ങിക്കൊള്ളാം, സൗഖ്യമായിട്ട് ഉറങ്ങിക്കൊള്ളാം. പക്ഷെ ആരെങ്കിലും നിങ്ങളെ എണീപ്പിച്ചാൽ, നിങ്ങൾ അയാളെ നോക്കിയാൽ അയാൾ ഭസ്മമായിട്ട് പോകും. മുചുകുന്ദൻ പറഞ്ഞു, എന്തിനാ ഇങ്ങനെ ഒരു വരം? ഇരിക്കട്ടെ, ഞങ്ങൾക്കിങ്ങനെ ഫ്രീ ഇല്ലാതെ ഒന്നും തരാൻ പറ്റില്ല. അതിൻ്റെ കൂടെ ഒരു ഫ്രീ ആണിത്. ആരെങ്കിലുമൊക്കെ നോക്കിയാൽ അവർ കത്തിപ്പോവും. അപ്പോൾ മുചുകുന്ദൻ പറഞ്ഞു, ശരി, എന്താ ചെയ്യുക? അപ്പോൾ ആർക്കും ഉപദ്രവമില്ലാതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഈ കാട്ടിൽ. കാരണം ആരെങ്കിലുമൊക്കെ നോക്കി അവരെ ഭസ്മമാക്കി, അല്ലെങ്കിൽ തന്നെ ഈ കർമ്മത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഈ വരം ചോദിച്ചത്. ഇനിയിപ്പോൾ ഒരാളെ കൊന്നു എന്നുള്ള കർമ്മം വരാൻ പാടില്ല. അതുകൊണ്ട് കാട്ടിൽ ഗുഹയിൽ ചെന്ന് കിടന്നതാണ്. അപ്പം ഉണ്ട് കൂട്ടിക്കൊണ്ടുവന്നു പ്രാരബ്ധത്തിന്. ഇയാൾ അവിടെ വന്ന് തട്ടി എണീപ്പിച്ചു മുചുകുന്ദനെ. മുചുകുന്ദൻ ഇദ്ദേഹത്തിന് കൊല്ലണമെന്നൊന്നും മുചുകുന്ദനില്ല. എണീറ്റിങ്ങനെ നോക്കിയതും ആരാന്നറിയണ്ടേ. അതിനു മുമ്പുണ്ട് ശിവരാത്രിക്ക് ഭസ്മം ഉണ്ടാക്കിയ പോലെ ഒരു കൂന്, വേറെ ഒന്നുമില്ല, എടുത്തിങ്ങനെ ഇടാം. ആരാ ഇപ്പം എന്ത് നിശ്ചയിക്കും? രൂപത്തോടെ ഉണ്ടെങ്കിൽ ശരി, ഒന്നുമില്ല, വേറെ യാതൊന്നുമില്ല. അപ്പോൾ മുചുകുന്ദൻ്റെ കാര്യം അങ്ങനെയായി. അല്ല, കാലയവനൻ്റെ കാര്യം അവസാനിച്ചപ്പോഴാണ് മുചുകുന്ദൻ ഭഗവാൻ ആ ഗുഹ മുഴുവൻ പ്രകാശമാനമായിട്ടിരിക്കുന്നത് കണ്ടതും. നമ്മൾ രാവിലെ കണ്ട സ്തുതി, മുചുകുന്ദ സ്തുതി, ഇങ്ങനെ ഭഗവാന്റെ അടുത്ത് ആരാണോ ചോദിക്കുന്നു, ഭഗവാൻ തൻ്റെ സ്വരൂപം പ്രകാശിപ്പിക്കുമ്പോൾ മുചുകുന്ദ ചക്രവർത്തി ഭഗവാനെ സ്തുതിച്ചതൊക്കെ നമ്മൾ കണ്ടു.
ഇങ്ങനെ ജരാസന്ധൻ്റെ വകയായിട്ടും മറ്റു പലരുടെ വകയായിട്ടുള്ള യുദ്ധം. ജരാസന്ധൻ്റെ കൂടെ ഏകദേശം ഒരുപാട് ആളുകളുണ്ട് ചുറ്റും കൃഷ്ണനോട് പൊരുതാനായിട്ട്. ശിശുപാലനുണ്ട്, ദന്തവക്ത്രനുണ്ട്, കാശിയിലുള്ള രാജാവുണ്ട്, ശാൽവൻ, പൗണ്ഡ്രക വാസുദേവനുണ്ട്. ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. ഈ പൗണ്ഡ്രക വാസുദേവൻ അത് വേറൊരു വിധം, അത് പിന്നെ പറയാം നമ്മൾ. ഇങ്ങനെ കുറേ ആളുകളുണ്ട്. ഓരോരോ സ്റ്റേറ്റിനും ഓരോരോ ആളുകളുള്ള പോലെ പല രാജാക്കന്മാരാണ്. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ രുക്മിണിയുടെ സഹോദരൻ, ഭീഷ്മക രാജാവിൻ്റെ മകളാണ് രുക്മിണി ദേവി. രുക്മി അഗ്രജോ രുക്മബാഹു രുക്മ ഏഷഹ, ഇങ്ങനെ എല്ലാം രുക്മ ശബ്ദം വെച്ചിട്ടാണ് വരിക. രുക്മം എന്ന് വെച്ചാൽ സ്വർണം, ഹിരണ്യകാക്ഷൻ, ഹിരണ്യകശിപു എന്നൊക്കെ പറയണ പോലെ അല്ല, സ്വർണത്തിൻ്റെ പേരിലാണ്. അതിൽ രുക്മിണിയേഷാം സ്വസാ സതി, രുക്മിണി ദേവി സാക്ഷാത് മഹാലക്ഷ്മിയുടെ അവതാരമായത്. കൂടെ കൊണ്ടുവന്നൊന്നും ശരിയില്ല. അപ്പോൾ രുക്മി എന്ത് ചെയ്തു? രുക്മിണി ദേവിയെ ശിശുപാലന് വിവാഹം കഴിച്ചു കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ ഇതും ഒരു പൊളിറ്റിക്കൽ കണക്ഷനാണ്. ജരാസന്ധൻ്റെ ചുവട്ടിൽ ഒരു നല്ല പൊസിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇയാൾ ചെയ്തതാണ്. തൻ്റെ സഹോദരിയെ ജരാസന്ധൻ പറഞ്ഞു ശിശുപാലന് കല്യാണം കഴിച്ചു. കാരണം ജരാസന്ധന് പേടി. എന്താ പേടിയെന്ന് വെച്ചാൽ കൃഷ്ണൻ വന്ന് കൊണ്ടുപോകും, പിന്നെ ആ രാജ്യം അങ്ങോട്ട് കണക്റ്റഡ് ആവും, അത് വരാൻ പാടില്ല. അതുകൊണ്ട് രുക്മിയെ വിളിച്ചിട്ട് ഒരു കിഴി സ്വർണമൊക്കെ കൊടുത്തു. ഇതുപോലത്തെ കിഴിയല്ല, അതൊക്കെ കൃഷ്ണനെ വാങ്ങിക്കുകയുള്ളൂ. സ്വർണം കൊടുത്തു, പല സാധനങ്ങൾ കൊടുത്തു, ധാരാളം രാജ്യമൊക്കെ കൊടുത്തു. എല്ലാം കൊടുത്തിട്ട് രുക്മിയോട് പറഞ്ഞു, നിൻ്റെ സഹോദരിയെ ശിശുപാലന് ഏർപ്പാടാക്കാമെന്ന് പറഞ്ഞു. ഏർപ്പാടാക്കി എല്ലാവരെയും കല്യാണത്തിന് ഇൻവിറ്റേഷൻ കാർഡൊക്കെ അടിച്ചു. ആ ദ്വാരകയുടെ സൈഡിലേക്ക് അയക്കാനേ പാടില്ല, അവിടെ ഇൻവിറ്റേഷനെ കൊടുക്കരുതെന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ ഏർപ്പാടാക്കി. രുക്മിണിയാണെങ്കിൽ ഭഗവാനെ ഹൃദയം കൊണ്ട് വരിച്ചുകൊണ്ട് എനിക്ക് ഭഗവാൻ തന്നെ പതിയായിട്ട് വരണം എന്ന് തീരുമാനിച്ച് ഒരു ബ്രാഹ്മണനെ വിളിച്ച് ആ ബ്രാഹ്മണൻ്റെ അടുക്കൽ ഒരു പത്രം, ഒരു സന്ദേശം കൊടുത്തയച്ചു ഭഗവാന്റെ അടുത്തേക്ക്. എന്നെ രക്ഷിക്കണം, അല്ലെങ്കിൽ ഈ ശിശുപാലൻ്റെ കയ്യിൽ ഞാൻ പെട്ടുപോകും, എന്നെ രക്ഷിക്കണം, ഞാൻ ഗൗരി പൂജ ചെയ്യുന്ന സമയത്ത് എന്നെ വന്ന് അപഹരിച്ചു കൊണ്ടുപോകണം ഒക്കെ പറഞ്ഞു കൊടുത്തു. ആ സമയത്ത് ഈ ബ്രാഹ്മണൻ ദ്വാരകയിലെത്തി. നേരെ ഭഗവാന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവന് ആ ബ്രാഹ്മണൻ ആതിഥ്യ സത്കാരമൊക്കെ ചെയ്ത് ഭഗവാൻ പാദപൂജയൊക്കെ ചെയ്തു. എന്നിട്ട് ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞ് ബ്രാഹ്മണൻ കിടക്കുമ്പോൾ കാല് പിടിച്ചു കൊടുക്കുകയാണ് ഭഗവാൻ. കാലൊക്കെ പിടിച്ചു കൊടുത്ത് ചോദിക്കുകയാണ്, അങ്ങ് വന്നത് കാരണം എന്താണ്? ബ്രാഹ്മണ ധർമാനുഷ്ഠാനങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ടോ? ബ്രാഹ്മണൻ എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം, കിട്ടിയത് കൊണ്ട് സന്തോഷത്തോടു കൂടെ ഇരിക്കണം, തൻ്റെ ധർമ്മം വിട്ടുകളയരുത്. അസന്തുഷ്ടോ ദ്വിജോ നഷ്ട എന്നാണ്. വിപ്രാൻ സ്വലാഭസന്തുഷ്ടാൻ സാധൂന് ഭൂതസുഹൃത്തമാൻ നിരഹങ്കാരിണ ശാന്താൻ നമസ്യേ ശിരസാസകൃത്. ഭഗവാൻ പറഞ്ഞു, ആത്മലാഭം കൊണ്ട് സന്തുഷ്ടരായ ബ്രാഹ്മണരെ ഞാൻ വീണ്ടും 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 നമസ്കരിക്കും. അതുകൊണ്ട് അവിടുന്ന് സൗഖ്യമായിട്ട് ഇരിക്കുന്നു എന്ന് ചോദിച്ചു. എന്തെങ്കിലും രഹസ്യം എന്നോട് പറയാമെങ്കിൽ പറയൂ. ഇതൊക്കെ കൃഷ്ണനാണ് ചോദിക്കുന്നത് ബ്രാഹ്മണൻ്റെ അടുത്ത്. ബ്രാഹ്മണൻ പറഞ്ഞു, ഈ സന്ദേശം കൊടുത്തു. ശ്രുത്വാ ഗുണാൻ ഭുവനസുന്ദര ശൃണ്വതാം തേ നിർവിശ്യ
കർണവിവരൈഃ ഹരതോംഗതാപം രൂപം ദൃശാം ദൃശിമതാമഖിലാർത്ഥലാപം ത്വയ്യച്യുതാ വിശതി ചിത്തം അപത്രപം മേ. ഇതിലാണ് പറഞ്ഞത്, എനിക്ക് അങ്ങേ തന്നെ ഞാൻ നിത്യനിരന്തരം അനുസന്ധാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ചൈത്യൻ വന്ന് എന്നെ കൊണ്ടുപോകുന്നതിന് മുമ്പ് എന്നെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു. ഭഗവാനും പറഞ്ഞു, ഈ ഗുഹ്യ സന്ദേശം കേട്ടിട്ട് ഭഗവാൻ പറഞ്ഞു, ഞാനും വൈദർഭിയെ ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു സന്ദേശം കിട്ടാൻ വേണ്ടി കാത്തുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് പുറപ്പെടാം എന്ന് പറഞ്ഞു. കൂടെ ആളെയൊക്കെ കൂട്ടി ഏട്ടൻ ചോദിച്ചു, എവിടേക്കാ ചോദിച്ചു. ബലരാമസ്വാമി, ഇന്നമാതിരിയാണ് കാര്യം, ഞാൻ വേഗം പോവാണ്, കല്യാണത്തിനുള്ള സമയമായിക്കഴിഞ്ഞു, അതിനു മുമ്പ് അവിടെ എത്തണമെന്ന്. ബലരാമൻ പറഞ്ഞു, ഞാൻ പുറകെ വരാൻ, പോയിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്ന് നേരെ കല്യാണ പന്തലിലേക്ക് കയറി. വിളിക്കാതെ വന്ന് കയറിയതാണ്, പക്ഷെ കയറിയത് ആരാ? കൃഷ്ണനാണേ. അപ്പോൾ അങ്ങനെയൊന്നും റെസ്പെക്റ്റ് ചെയ്യാതെ തള്ളിക്കളയാൻ പറ്റില്ല. ഭീഷ്മകന് ഒക്കെ രാജാക്കന്മാരുടെ നിയമങ്ങൾ ചിലതൊക്കെ ഉണ്ടല്ലോ. വിളിക്കാതെ കൃഷ്ണൻ വരുന്നു അവർ പ്രതീക്ഷിച്ചില്ല, വന്നു കഴിഞ്ഞു. വന്നതും ഇപ്പോൾ താമസിക്കാൻ സ്ഥലം വേണമല്ലോ, ഇവർക്ക് എവിടെ വേണമെങ്കിൽ താമസിക്കാൻ പറ്റും. അപ്പോൾ താമസിക്കാൻ സ്ഥലം വേണമല്ലോ. തൽക്കാലം നല്ല ഒരു മുറി മുമ്പിൽ കിട്ടിയത് അത് അങ്ങോട്ട് കൃഷ്ണൻ ഇപ്പോഴേക്ക് കൊടുക്കൂ. നമ്മളിപ്പോൾ തൽക്കാലം കൃഷ്ണനെ എങ്ങനെയെങ്കിലുമൊക്കെ മാനേജ് ചെയ്യണം. എന്തിനാ വന്നിരിക്കണമെന്ന് അറിയില്ലല്ലോ. ഒരു മുറി കൊടുക്കുമെന്ന് പറഞ്ഞ് നല്ല മുറിയൊക്കെ കൊടുത്തു ഏർപ്പാടാക്കി താമസിക്കാൻ വേണ്ടത്. എല്ലാം കഴിഞ്ഞ് എല്ലാവരും എത്തി. ശിശുപാലൻ എത്തിയില്ല. അപ്പുറം കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ശിശുപാലൻ വന്നു. ശിശുപാലന് നോക്കുമ്പോൾ മുറി എവിടെയെന്ന് ചോദിച്ചപ്പോൾ ആ മുറിയാണ് കൃഷ്ണന് കൊടുത്തതെന്ന് പറഞ്ഞ് പണിക്കാർ, അവർക്കറിയില്ലല്ലോ. അപ്പോൾ ശിശുപാലൻ പറഞ്ഞു, ഞാനെവിടെ താമസിക്കും, തൽക്കാലം ഒരു വേറെ ഏതോ ഒരു ചെറിയൊരു മുറിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. ഇതൊക്കെ കഴിഞ്ഞ് അപ്പോൾ ജരാസന്ധൻ പറഞ്ഞു, സൂക്ഷിക്കണം കേട്ടോ, നമ്മൾ വിചാരിച്ച പോലെയല്ല കാര്യം, ചെക്കൻ എത്തിയിരിക്കണു, പക്ഷെ ഒറ്റയ്ക്കാണ്, എന്നാലും വിശ്വസിക്കാൻ കൊള്ളില്ല, നമ്മൾ ജാഗ്രതയായിട്ടിരിക്കണം. പലവട്ടം ഞാൻ അവൻ്റെ അടുത്ത് യുദ്ധം ചെയ്തതാണ്, അതുകൊണ്ട് എന്ത് വഴിയാണ് പ്രയോഗിക്കുക എന്നറിയില്ല, അതുകൊണ്ട് നമ്മൾ വേണ്ട വിധത്തിൽ കോപ്പ് കൂട്ടിക്കൊള്ളുക എന്നൊക്കെ പറഞ്ഞ് എല്ലാ സാമഗ്രികളോടും കൂടെ എല്ലാ സ്ഥലത്തും സെക്യൂരിറ്റി ഉണ്ട്, ഒന്നും ചെയ്യാനൊക്കില്ല. മാത്രമല്ല രുക്മിണി ദേവി ഇപ്പോൾ വ്രതത്തിലാണ്. ഗൗരീദേവിയുടെ അമ്പലത്തിൽ ചെന്നിട്ട് വന്ദിച്ച് പൂജിച്ചിട്ടാണ് വ്രതഭംഗം വരുത്തുക. അത് കഴിഞ്ഞ് വരുമ്പോഴേ അവിടെ മാത്രമേ ഒരു ചാൻസ് ഉള്ളൂ. ഇതൊക്കെ ജരാസന്ധന് അറിയാം. അതുകൊണ്ട് ഇവരെല്ലാവരും രഥത്തോടുകൂടെ ആവുന്നത്ര സൈന്യത്തോടുകൂടെ ആ അമ്പലത്തിൻ്റെ മുമ്പിൽ ചെന്ന് നിന്നു. അപ്പോൾ രുക്മിണി ദേവി നമസ്യേ അവിടെ ദേവിയുടെ അംബികയുടെ മുമ്പിൽ ചെന്ന് മുനിവ്രതം ത്യജിക്കുകയാണ്. അവിടെ അംബികയുടെ മുമ്പിൽ ചെന്ന് പ്രാർത്ഥന ചെയ്തു. ദേവിയോട് പ്രാർത്ഥന ചെയ്തു പറഞ്ഞു, നമസ്യേ ത്വാംബികേ ഭീക്ഷ്ണം സ്വസന്താനയുതാം ശിവാം ഭൂയാത്പതിർമേ ഭഗവാൻ കൃഷ്ണ തദനുമോദതാം. കൃഷ്ണൻ എനിക്ക് പതിയായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ അമ്പലത്തിൽ നിന്നും മുനിവ്രതം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ രുക്മിണിയെ കണ്ട് ശിശുപാലന് ഷേക്ക് ഹാൻഡൊക്കെ കൊടുത്ത് ഈ ഭാഗ്യവാനാണെന്നൊക്കെ പറഞ്ഞ് ശിശുപാലനും വളരെ സന്തോഷത്തിലിരിക്കുകയാണ്. മുറി കിട്ടിയില്ല എന്നുള്ളൊരു വേവലാതി ഉണ്ടായിരുന്നു, പെറുപെറുക്കലും ചീത്ത പറയലും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഇപ്പോൾ വളരെ സന്തോഷത്തിലാണ്. കാരണം എല്ലാവരും ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നു. ജരാസന്ധൻ മാത്രം വളരെ അലേർട്ടായിട്ട് ജാഗ്രതയോടെ ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാവരും അങ്ങനെ ശിശുപാലന് ഷേക്ക് ഹാൻഡൊക്കെ കൊടുത്ത് കൺഗ്രാജുലേഷൻസൊക്കെ പറഞ്ഞ് അങ്ങനെ എല്ലാവരും ശിശുപാലൻ്റെ ചുറ്റും ഇങ്ങനെ കൂടി. രുക്മിണി ദേവി ഇങ്ങനെ കണ്ട് ഒരു സന്തങ്ങോട്ട് തിരിഞ്ഞപ്പോൾ ഇവരൊക്കെ കൂടെ ശിശുപാലന് ഷേക്ക് ഹാൻഡൊക്കെ കൊടുത്തപ്പോൾ അവിടുന്ന് ഒരു നിലവിളി കേട്ടു, ഒരു വണ്ടി പോണു. പോയി നോക്കുമ്പോൾ എവിടുന്ന് വന്നു, ഒരു വിധത്തിൽ ദാരുകൻ്റെ രഥം വന്നതും ആ രഥത്തിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് അത്ര. കൃഷ്ണൻ്റെ രഥത്തിന് എന്താണെന്ന് വെച്ചാൽ സൈലൻസർ ഘടിപ്പിച്ച രഥമാണ്. അപ്പോൾ അതിന് ശബ്ദമൊന്നുമില്ല. അതിങ്ങനെ വന്നു, രുക്മിണിയും കൊണ്ടുപോയി. അപ്പോൾ ജരാസന്ധൻ പറഞ്ഞു, വിടരുത്, അവനെ പിടിക്കുക എന്ന് പറഞ്ഞു. ഈ സൈന്യം
എല്ലാം കൂടെ കോപ്പ് കൂട്ടി ഒറ്റയ്ക്കാണ്. ഇതാണ് ചാൻസ് തീർത്ത് കെട്ടാൻ. എങ്ങനെയെങ്കിലുമൊക്കെ പിടിക്കാമെന്ന് പറഞ്ഞ് സകല സൈന്യത്തോടു കൂടെ എല്ലാവരും പിന്നാലെ അമ്പും വില്ലും ഒക്കെ ആയിട്ട് വന്നു. ഭഗവാൻ അവിടുന്ന് തിരിച്ചു നിന്ന് ശാർംഗധന്വാവായിട്ട് അങ്ങോട്ട് അസ്ത്രം പ്രയോഗിച്ചുകൊണ്ട് രഥം ഇങ്ങനെ പോകുന്നു. ഒരു 3 കൂടുന്ന കവല എത്തിയപ്പോട്ട് നടുക്കൂര രഥം എന്നിങ്ങനെ നിൽക്കുന്നു. ജരാസന്ധന് എപ്പോഴും നൈറ്റ്മെയർ ദുസ്വപ്നമായിട്ടുള്ളൊരു രൂപം കലപ്പയും പിടിച്ചിട്ട് അതിൽ നിൽക്കുന്നുണ്ട്. പ്രതീക്ഷിച്ചേ ഇല്ല. വിചാരിച്ചു തനിയാണല്ലോ വന്നത് എന്ന് വിചാരിച്ചു. ജരാസന്ധൻ പറഞ്ഞു നേരം പോയി, ഇനിയിപ്പോൾ കുറേ നേരം യുദ്ധവും ശണ്ടയും ഇതുമൊക്കെ ആയി. അവസാനം പതിവ് പോലെ കലപ്പ കൊണ്ട് ജരാസന്ധ എത്ര തേര് പൊട്ടിപ്പോയി അറിയോ? ഈ തേരും പൊട്ടിപ്പോയി. ചക്രവർത്തി ഇറങ്ങി നടക്കുകയാണ്. ചക്രവർത്തി പറഞ്ഞു, ഇതുപോലെ ഞാൻ 28ാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ നടന്നു പോണത്. എത്ര തേരുണ്ടാക്കും, എത്ര തേര് പൊട്ടിപ്പോയി. ഇവർക്ക് വേറെ ആയുധങ്ങളൊന്നുമില്ല. വല്ല വാള്, ഗദ, വില്ല്, അമ്പ് എന്തൊക്കെയുണ്ട്. എവിടുന്ന് കിട്ടി ഇങ്ങനൊരു സാധനം എന്ന് പറഞ്ഞ് ഇറങ്ങി നടന്നു പോവാണ് ചക്രവർത്തി. ചക്രവർത്തി ഇറങ്ങി നടന്നു പോകുന്നു. ബാക്കിയുള്ളവരൊക്കെ കൂടെ കൂടി എന്താ ചെയ്യുക? ശിശുപാലൻ്റെ അടുത്ത് പറഞ്ഞു, സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ എടുത്തോളണം എന്ന് പറഞ്ഞു. വിഷമിക്കരുത്, ഇതൊക്കെ നോക്കൂ, ഞാൻ എത്ര പ്രാവശ്യം തോറ്റു, ഞാൻ എത്ര ധൈര്യത്തോടെ ഇരിക്കണം. ഒന്നിനും മനസ്സിനെ സമനിലയിൽ വെക്കണം. സുഖദുഃഖങ്ങൾ, ലാഭാലാഭം, ജയം പരാജയം എല്ലാം സമമായിട്ട് എടുത്തുകൊള്ളണം. ഒന്നും സീരിയസ് ആയിട്ട് എടുക്കരുത്, ഗൗരവമായിട്ട് കാണരുത്. സ്വസ്ഥമായിട്ട് ശാന്തമായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞു. അപ്പം ഉണ്ട് രുക്മി പറഞ്ഞു, ഞാൻ വിടില്ല, ഞാൻ പോയി രുക്മിണിയെ തിരിച്ചു കൊണ്ടുവരാതെ ഇങ്ങോട്ട് വരില്ല എന്ന്. അപ്പോൾ ബോർഡറിന് വെളിയിൽ താമസാക്കിക്കോളൂ എന്ന് പറഞ്ഞു ജരാസന്ധൻ. കാരണം എനിക്കറിയാം ഇവരെ. ഒറ്റയ്ക്ക് വന്നപ്പോൾ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കിയതാണ്. അപ്പോഴേക്കുണ്ട് മറ്റേ ആളും കൂടെ ഇങ്ങോട്ട് പോന്നു. ഇനിയിപ്പോൾ രക്ഷയില്ല, നമ്മൾ വിചാരിച്ചിട്ട് നടക്കില്ല, നമ്മൾക്ക് വേറെ സന്ദർഭം വല്ലതും നോക്കണം. രുക്മി പോയി പോട്ടെ, ശാപ്പാട് തണുത്തു പോവും, നമുക്ക് പോവാം എന്ന് പറഞ്ഞ് എല്ലാവരും തിരിച്ചു. അങ്ങനെ രുക്മിണീ ദേവിയെ കൊണ്ടുപോയി ഭോജഘടത്തിൽ ഇയാളൊരു സ്ഥലവും താമസാക്കി. ഒരു രസമായൊരു സന്ദർഭം ഉണ്ട് അവിടെ. നമുക്ക് ഭാഗവതത്തിൽ കഥയൊക്കെ രസമായിട്ട് പറയുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് തത്വജ്ഞാനമാണ്, ആത്മവിദ്യയാണ് ഉദ്ദേശം. അപ്പോൾ അത് ആരുടെ മുഖത്ത് നിന്ന് വരും, എപ്പോൾ വരും, ഏത് സന്ദർഭത്തിൽ വരുമെന്നും പറയാൻ പറ്റില്ല. രുക്മിണീ ദേവിയെ ഭഗവാൻ കൊണ്ടുപോകുമ്പോൾ രുക്മി പുറകെ പോകുന്നുണ്ട്. ഭഗവാൻ രുക്മിയുടെ നേരെ ആയുധങ്ങൾ പ്രയോഗിച്ചു. ശരം ആയുധ രുക്മിയുടെ രഥമൊക്കെ തകർത്ത് കളഞ്ഞു. അവസാനം ചക്രം ഇങ്ങനെ കയ്യിലെടുത്തതും രുക്മിണീ ദേവി കാലിൽ വീണ് നമസ്കരിച്ചു. ദേവദേവ അപ്രമേയാത്മൻ, എൻ്റെ സഹോദരനെ വധിക്കരുത് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ രുക്മിയുടെ അഹങ്കാരത്തിനൊരു ശിക്ഷ കൊടുക്കണമെന്ന് പറഞ്ഞ് പകുതി തലമുടി എടുക്കുക, പകുതി മീശ എടുക്കുക, ഇങ്ങനെയൊക്കെ ചെയ്തു ഭഗവാൻ. അപ്പോൾ ഏട്ടനുണ്ടല്ലോ ബലരാമന് വല്ലാതെ ദേഷ്യം വന്നു. കുറച്ച് മര്യാദ വേണ്ടേ കൃഷ്ണ? ഒരു മനുഷ്യന് വേണ്ട ഒരു സാമാന്യമായ ഒരു മര്യാദയെങ്കിലും കൊടുക്കണ്ടേ ഈ ഒരാൾക്ക്? ഒരു ക്ഷത്രിയൻ അത്രയെങ്കിലുമൊക്കെ ഒരു റെസ്പെക്റ്റ് കൊടുക്കണ്ടേ? ഇങ്ങനെയൊക്കെയാണോ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് കുറേ ചീത്ത പറഞ്ഞു. കൃഷ്ണൻ തല താഴ്ത്തി നിന്നു. കാരണം അറിയാം, പിന്നീടാണ് ഒലയ്ക്ക കൊണ്ട് ഈ രുക്മിയുടെ തലയിലൊന്ന് കൊടുത്തത് പിന്നാലെ. അപ്പോൾ ഇവിടെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് രുക്മിണി കരഞ്ഞുകൊണ്ടിരിക്കുന്ന രുക്മിണിയോട് ഭഗവാൻ സംഘർഷണമൂർത്തി പറഞ്ഞു, അദ്ദേഹം അധികം യുദ്ധമൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ ആ പേഴ്സണാലിറ്റി അങ്ങനെ നോക്കുമ്പോൾ രാമായണത്തിൽ മുഴുവൻ ലക്ഷ്മണനായിട്ട് നിന്ന് എല്ലാ യുദ്ധവും ചെയ്തു, എല്ലായിടത്തും രോഷം പ്രകടിപ്പിച്ചു. ഇവിടെ കൃഷ്ണൻ്റെ കൂടെ വന്നപ്പോൾ അങ്ങനെ സൈലൻ്റാണ്, കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ ഇവിടെ പറയണത് നോക്കൂ,
രുക്മിണിയോട് പറയുമ്പോൾ പറഞ്ഞു, നോക്കൂ, അവൻ്റെ പാപം അവൻ അനുഭവിച്ചു, ഇനി വിഷമിക്കുക. ഒരു ഏട്ടൻ എങ്ങനെ സംസാരിക്കണോ അതുപോലെയാണ്. അവൻ ചെയ്ത പാപമാണിത്, അതിൻ്റെ ശിക്ഷയാണ് അവൻ അനുഭവിച്ചത്. സുഖദുഃഖതോ നചാന്യോസ്തി യഥ സ്വകൃതഭുക് പുമാൻ. എല്ലാവർക്കും സുഖം ദുഃഖങ്ങളൊക്കെ വരുന്നതിന് മറ്റുള്ളവർ കാരണമല്ല, നമ്മളുടെ തന്നെ കർമ്മമാണ് കാരണം എന്ന് പറഞ്ഞ് ക്ഷത്രിയാണാം അയം ധർമ്മ. ഈ ക്ഷത്രിയ ധർമ്മം ഉണ്ടല്ലോ വളരെ മോശമാണ്. രുക്മിണി നോക്കൂ, ക്ഷത്രിയ ധർമ്മം വളരെ മോശമായ ഒരു ധർമ്മമാണ്. പ്രജാപതി തന്നെ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പറയണത്. എന്താണെന്ന് വെച്ചാൽ ഭ്രാതാഭി ഭ്രാതരം ഹന്യാത്. ഏട്ടൻ അനിയനെ കൊല്ലും, അനിയൻ ഏട്ടനെ കൊല്ലും, മക്കൾ അച്ഛനെ കൊല്ലും, അച്ഛൻ മക്കളെ കൊല്ലും. ഇതൊക്കെ ചരിത്രമാണ്. ചരിത്രത്തിൽ അശോക ചക്രവർത്തി, മഹാനായ അശോക ചക്രവർത്തി എന്ന് പറയണമല്ലോ, സ്വന്തം സഹോദരന്മാരെയൊക്കെ കൊന്നിട്ടാണ് അദ്ദേഹം രാജാവായത്. അജാതശത്രു ബിന്ദുസാരനെ കൊന്നു, അച്ഛനെ, ബുദ്ധൻ്റെ കാലത്ത്. അപ്പോൾ ഇതൊക്കെ രാജാക്കന്മാരുടെ പ്രാകൃതം. കാരണം മനുഷ്യന് സ്വാർത്ഥം മൂത്ത് കഴിയുമ്പോൾ ഞാൻ, എൻ്റെ രാജ്യം എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുക, അടിക്കുക, കുത്തുക, കൊല്ലുക, ഇതാണ് ലോകത്തിൻ്റെ ചരിത്രം എന്ന് പറയണത്. ഒരർത്ഥമില്ലാത്ത ഹ്യൂമൻ എന്താ പറയുക, വൈകല്യങ്ങൾ, മനുഷ്യ വൈകല്യങ്ങളുടെ ചരിത്രമാണ്, മനുഷ്യ മനസ്സിൻ്റെ വൈകല്യങ്ങളുടെ കഥയാണ്. രാജ്യസ്യ ഭൂമേഹ വിത്തസ്യ സ്ത്രീയോ മാനസ്യ തേജസ മാനിനോ അന്യസ്യ വാഹേതോ ശ്രീമദാന്ധാ ക്ഷിപന്തി. ബലരാമസ്വാമി പറയാണ്, ഒരു സ്ഥലത്തിന് വേണ്ടിയിട്ട്, സ്ത്രീക്ക് വേണ്ടിയിട്ട്, പണത്തിന് വേണ്ടിയിട്ട്, ചുമ്മാ മാനാഭിമാനങ്ങൾക്ക് വേണ്ടിയിട്ട്, എന്നെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ തന്നെ മനുഷ്യരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുകയും വെട്ടുകയും കുത്തുകയും. ഇതാണ് കുട്ടി ക്ഷത്രിയ വംശത്തിൻ്റെ ചരിത്രം. തവേയം വിഷമാബുദ്ധി സർവഭൂതേഷു ദുർഹൃതാം യന്മന്യസേ സദാഭദ്രം സുഹൃതാം ഭദ്രമജ്ഞവത് ആത്മമോഹോ നൃണാമേഷ കൽപ്യതേ ദേവമായയാ സുഹൃദ് ദുർഹൃദ് ഉദാസീന ഇതി ദേഹാത്മമാനിനാം. ഇവൻ എൻ്റെ സുഹൃത്താണ്, ഇവൻ എൻ്റെ ശത്രുവാണ്, ഇവനെ എനിക്കറിയില്ല, ഒരു പരിചയമില്ല, അവനെന്തിന് ഞാൻ ഉപകാരം ചെയ്യണം, ഇങ്ങനെയൊക്കെ ദേഹാഭിമാനികൾ എല്ലാം ഭേദബുദ്ധി കൊണ്ട് കാണുന്നതാണ്. ഏകയേവ പരോഹി ആത്മാ സർവേഷാമപി ദേഹിനാം. എല്ലാവരിലും ഏകവും അദ്വയവുമായ ഒരു ആത്മാവാണ് ഉള്ളത് എല്ലാവരുടെ ഉള്ളിലും. നാനേവ ഗൃഹ്യതേ മൂഢൈഹി. മൂഢന്മാർ ഇവനാണ്, അവനാണ്, അവളാണ്, ഇതാണ്, വേണ്ടവരാണ്, വേണ്ടാത്തവരാണെന്നൊക്കെ, ഞാൻ, നീയെ എന്നൊക്കെ അഖണ്ഡ സച്ചിദാനന്ദമായ വസ്തുവിനെ വേറെ 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 എന്ന് പറഞ്ഞ് കാണുകയാണ്. ഒരേ ആകാശത്തിനെ കുടങ്ങളിലാക്കിയിട്ട് പലതായിട്ട് കാണുന്ന പോലെ ദേഹ ആദ്യന്തവാനേശ ദ്രവ്യപ്രാണഗുണാത്മക. ഈ ദേഹം ഉണ്ടല്ലോ, അത് പഞ്ചഭൂതാത്മകമാണ്, അതിൽ പ്രാണനുണ്ട്, സത്വരജസ്തമോ ഗുണങ്ങളുണ്ട്. ഇത്രയൊക്കെ കോലാഹലം ചെയ്യുന്നത് ഈ ശരീരമാണ്. ഈ ശരീരത്തിന് വേണ്ടിയാണ് മറ്റു ശരീരങ്ങളുമായിട്ടുള്ള ഈ രാഗദ്വേഷങ്ങളൊക്കെ. പക്ഷേ ഈ ശരീരമോ ആത്മനി അവിദ്യയാ ക്ലുപ്ത. അവിദ്യ കൊണ്ട് ആത്മസ്വരൂപത്തിൽ സ്ക്രീനിൽ സിനിമ പോലെ കാണപ്പെടുന്ന വസ്തുവാണെന്നാണ് പറയുന്നത്. വാസ്തവമല്ല. സംസാരയതി ദേഹിനം. ഈ സിനിമയൊക്കെ സീരിയസ് ആയിട്ട് എടുത്താൽ, സ്വപ്നം സീരിയസ് ആയിട്ട് എടുത്താൽ വിഷമിക്കുന്ന പോലെ ഇതിനെ സീരിയസ് ആയിട്ട് എടുത്താൽ സംസാരമാണ് ഫലം. സംസാരയതി ദേഹിനം. നാത്മനോ അന്യേന സംയോഗ വിയോഗശ്ച അസതസ്സതി. തനിക്ക് മറ്റുള്ളവരോട് സംയോഗമോ വിയോഗമോ ഒന്നുമില്ല. തദ് ഹേതുത്വാ തത് പ്രസിദ്ധേഹേ ദൃഗ്രൂപാഭ്യാം യഥാരവേഹേ. സൂര്യൻ അവിടെ നിന്ന് പ്രകാശിക്കുന്നു, ഒന്നിനോട് സംബന്ധപ്പെടുന്നില്ല. ജനിക്കുക, വളരുക മുതലൊക്കെ ശരീരത്തിൻ്റെ ധർമ്മമാണ്. ചന്ദ്രന് കല പോലെ. അതുകൊണ്ട് തസ്മാത് അജ്ഞാനജം ശോകം. കൺക്ലൂഷൻ വളരെ ബ്യൂട്ടിഫുൾ. തസ്മാത് അജ്ഞാനജം ശോകം. ഹേ കുട്ടി രുക്മിണി, അജ്ഞാനം കൊണ്ടാണ് ഒരു മനുഷ്യൻ ദുഃഖിക്കുന്നത്. ദുഃഖത്തിന് കാരണം അവിദ്യയാണ്. തസ്മാത് അജ്ഞാനജം ശോകം. ഈ ശോകത്തിന് വഴങ്ങിക്കൊടുത്താൽ തൻ്റെ വീര്യമൊക്കെ നഷ്ടപ്പെട്ടു പോകും, താൻ ഒന്നിനും കൊള്ളാതായിട്ട് തീരും. അതുകൊണ്ട് ആത്മശോഷ വിമോഹനം, തന്നെ ശോഷിപ്പിക്കുന്നതും മോഹിപ്പിക്കുന്നതുമായ ഈ ശോകത്തിന് വഴങ്ങരുത്.
തത്വജ്ഞാനേന നിർഹൃത്യ സ്വസ്ഥാഭവ ശുചിസ്മിതേ. തത്വജ്ഞാനം കൊണ്ട് ഈ ശോകത്തിനെ നീക്കിയിട്ട് സ്വസ്ഥമായിട്ട് ഒന്ന് ചിരിക്കൂ നോക്കട്ടെ കുട്ടി എന്നാ പറയുന്നത്. ഒന്ന് ചിരിക്കൂ നോക്കട്ടെ, ഈ ശോകമൊക്കെ മാറ്റിയിട്ട് ഒന്ന് ചിരിക്കൂ. അങ്ങനെ ഒരു ഏട്ടൻ എങ്ങനെയാണോ പറയേണ്ടത് അതുപോലെ പറഞ്ഞു കൊടുത്തു. ഏവം ഭഗവതാ തന്വി രാമേണ പ്രതിബോധിത വൈമനസ്യം പരിത്യജ്യ മനോബുദ്ധ്യാ സമാദധേ. ഇങ്ങനെ രാമൻ ഉപദേശിച്ച് ആ വൈദർഭി ആ വൈമനസ്യം, ഉള്ളിലുള്ള ആ ഒരു ഡിപ്രഷൻ, ആ ഒരു സ്ട്രെസ്സ് അതങ്ങോട്ട് തള്ളിക്കളഞ്ഞിട്ട് ബുദ്ധി കൊണ്ട് മനസ്സിനെ അങ്ങോട്ട് അടക്കി, എന്നിട്ട് പതുക്കെ മനസ്സ് ശാന്തമാക്കി രുക്മിയും ഭോജഘടം എന്നൊരു രാജ്യം നിർമ്മിച്ച് അവിടെ താമസമാക്കി രുക്മിണിയെ കൊണ്ടുവന്ന് ഭഗവാൻ ദ്വാരകായാം അഭൂദ്രാജൻ മഹാമോദ പുരോഗസാം രുക്മിണ്യാ രമയോപേതം ദൃഷ്ട്വാ കൃഷ്ണം ശ്രിയഃപതിം. ഇങ്ങനെ രുക്മിണി സ്വയംവരം നടന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഇനി കുറച്ച് വായിച്ചിട്ട് കുചേല